പോളിംഗ് വിവരങ്ങളിലേക്ക് തന്നെ പോവുകയാണ് നമ്മൾ. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ദേവൻ MP ആണ് ചേരുന്നത്. ദേവൻ, എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി തിരുവനന്തപുരത്ത്? ലക്ഷ്മി, സംസ്ഥാനത്ത് ഈ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സംസ്ഥാനത്ത് ഒട്ടാകെ ഇതുവരെ സംസ്ഥാനത്തൊട്ടാകെ വോട്ട് ചെയ്തിരിക്കുന്നത് 42,37,324 ആളുകളാണ്. ഇവർ 42 ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോൾ തന്നെ അതിൻ്റെ ഈ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ പ്രത്യേകിച്ചും ഇപ്പോൾ അവസാന നിമിഷത്തെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഏകദേശം ഇപ്പോൾ 29% ഇപ്പോൾ പോളിംഗ് നടന്നിരിക്കുന്നു. ഒപ്പം തന്നെ കൊല്ലം ജില്ലയിലാണ് 32% എത്തിയിരിക്കുന്നു. പത്തനംതിട്ട 31, ആലപ്പുഴ 33, കോട്ടയം 31, ഒപ്പം തന്നെ ഇടുക്കി 30, എറണാകുളം 33. അങ്ങനെയാണ് ഇപ്പോൾ ഈ അവസാനഘട്ട വോട്ടിംഗ് അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന വോട്ടിംഗ് നില എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വഴുതക്കാടുള്ള കോട്ടൺ ഹിൽ സ്കൂളിലാണ്. ഇവിടെ ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ടുള്ള രത്തൻ യു ഖേൽക്കർ വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതും. അങ്ങനെ വലിയ രീതിയിൽ തന്നെ ഒരു പോളിംഗ് ആദ്യ മണിക്കൂറുകൾ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ 4 മണിക്കൂറധികം ഏകദേശം 5ാമത്തെ മണിക്കൂറിലേക്ക് കടക്കുകയാണ് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന വിഷയം ഈ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഏകദേശം രാവിലെ 7 മണിക്ക് തുടങ്ങിയ വോട്ടിംഗ് ഈ 4 മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ളൊരു പോളിംഗ് ഈ ജില്ലകളിലെല്ലാം തന്നെ കാണുന്നു. പ്രത്യേകിച്ചും രാവിലെ കൂടുതലായി ഈ പ്രായമുള്ള ആളുകൾ അധികമായി ഈ ബൂത്തുകളിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ പല ബൂത്തുകളിൽ പോകുമ്പോഴും നമ്മൾ കാണുന്നുണ്ടായിരുന്നത്. പ്രായമായ ആളുകൾ രാവിലെ തന്നെ എത്തുന്നു. ഒപ്പം തന്നെ കൂടുതൽ പുരുഷന്മാരും ഇത്തരത്തിൽ രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 12 മണിയോട് അടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിലെ വിവിധ ബൂത്തുകളിൽ നമ്മൾ എത്തുമ്പോൾ കാണാൻ കഴിയുന്നത് കൂടുതൽ സ്ത്രീകൾ കൂടുതൽ ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ ഈ തുടർച്ചയായ ബൂത്തുകളിലെല്ലാം തന്നെ തുടർച്ചയായ രീതിയിൽ കൂടുതൽ ആളുകൾ എത്തുന്നു. പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരസഭയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം 3 മുന്നണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അങ്ങനെയും ശക്തമായൊരു മത്സരം തന്നെ നടക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരുപക്ഷേ ഇന്നിപ്പോൾ ആദ്യഘട്ട വോട്ടിംഗ് നടക്കുന്ന ജില്ലകളിൽ വലിയ രീതിയിൽ എല്ലാവരും തന്നെ ശ്രദ്ധ ആകർഷിക്കുന്നതും തിരുവനന്തപുരം നഗരസഭ തന്നെയാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം അല്ലെങ്കിൽ പോളിംഗിൽ അത് വലിയ രീതിയിൽ പ്രകടമായി വരുന്നുണ്ട്. വലിയ പോളിംഗ് ശതമാനം തന്നെയാണ്. നമ്മൾ ഈ സ്ക്രീനിൻ്റെ വലതുവശത്ത് കാണിച്ചിരിക്കുന്ന കണക്കുകൾ കാണുമ്പോൾ അറിയാം, പകുതി ആകുന്നതേ ഉള്ളൂ. 5 മണിക്കൂറാണ് ആയിരിക്കുന്നത്. ഈ പോളിംഗ് പകലിൽ 5 മണിക്കൂറേ പിന്നിട്ടിട്ടുള്ളൂ. അപ്പോൾ തന്നെ കാര്യമായ പോളിംഗ് പലയിടങ്ങളിലും മിക്കയിടങ്ങളിലും രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ്.